ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ഫോൺ 8075214911. തിരൂർ പെരുവഴിയമ്പലത്ത് രാസലായനിയുമായി പോകുകയായിരുന്ന ബുള്ളറ്റ് കണ്ടെയ്നർ മറിഞ്ഞ് അപകടം. ലായനി ചോരാതിരുന്നതിനാലും വാഹനങ്ങളും കാൽനടയാത്രക്കാരും ലോറിക്കടിയിൽപ്പെടാതിരുന്നതിനാലും വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട്ടേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പെരുവഴിയമ്പലത്തെ അപകടവളവിൽ ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ബൈക്ക് ലോറിക്കടിയിൽപ്പെട്ടു. തിരക്കേറിയ സമയത്തായിരുന്നു അപകടമെങ്കിലും മറ്റു വാഹനങ്ങളോ കാൽനടയാത്രക്കാരോ അപകടത്തിൽപ്പെട്ടില്ല. ചോർന്നാൽ തീ പിടിക്കുമായിരുന്ന പെയിന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന രാസലായനിയാണ് വാഹനത്തിലുണ്ടായിരുന്നത്. തിരൂർ, താനൂർ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ അഗ്നിശമന സേനയും പോലീസും ഗതാഗതം നിയന്ത്രിച്ചു. തിരൂർ നഗരസഭാ കൗൺസിലർ ജഫ്സലിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും രംഗത്തുണ്ടായിരുന്നു. ഒരേ സമയം തിരൂരിലേക്കും താനൂരിലേക്കുമായി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിലാണ് അപകടം. തിരക്കുള്ള സമയമായിരുന്നിട്ട് പോലും മറ്റു വാഹനങ്ങൾ ലോറിക്കടിയിൽപ്പെടാതിരുന്നത് വലിയ അനുഗ്രഹമായി. ടാങ്കർ ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. വട്ടപ്പാറ മാതൃകയിൽ പെരുവഴിയമ്പലത്ത് വാഹനാപകടങ്ങൾ വർദ്ധിച്ചുവരുന്ന ആശങ്കയിലാണ് നാട്ടുകാർ. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 2 മാസം മുമ്പ് മറ്റൊരു ലോറിയും ഇവിടെ അപകടം സൃഷ്ടിച്ചിരുന്നു. മാസത്തിൽ ഒരിക്കലെങ്കിലും ചെറുതോ വലുതോ ആയ അപകടം ഇവിടെ ഉണ്ടാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. തിരൂരുകാരുടെ വട്ടപ്പാറയായി പെരുവഴിയമ്പലം മാറിക്കൊണ്ടിരിക്കുകയാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇത് നാട്ടുകാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കുറഞ്ഞ സമയത്തിനകം വൻ സ്ഫോടനത്തോടെ കത്തിപ്പിടിക്കുന്ന രാസലായനിയാണ് ചൊവ്വാഴ്ച അപകടത്തിൽപ്പെട്ട ടാങ്കറിലുള്ളത്. അപകടത്തിൽ ടാങ്കറും ഡ്രൈവർ ക്യാബിനും വേർപെട്ടു. മറിഞ്ഞത് റോഡ് സൈഡിലേക്കായതിനാൽ റൂട്ടിൽ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടില്ല. എഡിറ്റർ ലൈവ്, തിരൂർ.